എന്നെ ഒരു മനഃപൂർവ്വം ഒഴിവാക്കിയതാ കേട്ടോ. ഇത് കാട്ടാളം പൊടിച്ച് തന്നെ. തല്ലുണ്ടാക്കല്ലേ വാ. നല്ല ഫ്രെയിം നോക്കിയ, ബാക്കിൽ മൊത്തം മറ്റേ എല്ലാ അനിമൽസിനെയും കാണാനുണ്ട്. അഗെയിൻ ശോകമഴ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് പ്യാപ്സ് പ്രതികൂല കാലാവസ്ഥയെ തണവൽക്കരിച്ചുകൊണ്ട് നാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് എന്താ പരിപാടി? ഇന്നത്തെ പരിപാടികൾ ഒരു വിൽഡ് ബീസ്റ്റിനെ അടിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ ഒരു നമ്മുടെ കൂട്ടത്തിൽ വന്ന ഫിലിപ്പാണ് വിൽഡ് ബീസ്റ്റിനെ അടിക്കാൻ പോണേ. പിന്നെ നമുക്ക് ഒരു സ്പ്രിംഗ് ബക്ക്. ഇനിയൊരു സ്പ്രിംഗ് ബക്ക് ഉണ്ടോ? ആ പുള്ളിയുടെ തന്നെ, ഫിലിപ്പിന്റെ തന്നെ. പിന്നെ നമുക്ക് ചിലപ്പോൾ ഉണ്ണി ഒരു കൊതുവിനെ അടിക്കാനുള്ള. എടാ കൊതുവിനൊക്കെ നാട്ടിലടിച്ച പോലെ ഉണ്ണിയെ കൊതുവിനെ അടിക്കണ്ട അത്ര ഉണ്ണി. കാണുമ്പോ അടിച്ചോ ഇല്ലച്ചക്ക് സാധനം കിട്ടാന്ന് പറയാൻ പറ്റില്ല. ഒരു സ്പ്രിംഗ് ബക്കിനെ അടിക്കാൻ വേണ്ടി വന്നാനേട്ടാ. ഗാമ്പിള് പെട്ടു എല്ലാം അടിയേ. എന്നെയും പാപ്പനെയും മുട്ടോളൂട്ടാ. പക്ഷെ ഇത്തവണ നമുക്ക് സൗത്ത് ആഫ്രിക്ക വെതർ ഭയങ്കര മോശമായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പും മഴയും. 1.5 ദിവസം നമുക്ക് പോയി മഴ. 1.5 ഓൾമോസ്റ്റ് 2 ദിവസം പോയി. നമ്മൾ ഫസ്റ്റ് ഡേയും പിന്നത്തെ ദിവസം മാത്രമാണ്. ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് അനിമൽസ് എന്തൊക്കെയാ? പിന്നെ വിൽഡ് ബീസ്റ്റ്, 2 സ്പ്രിംഗ് ബക്ക്. അതാണ് ഇന്നത്തെ. നാളെ സീബ്ര. Then we done and dusted. അതെ നാളെ അതും കൂടെ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. ഇതുവരെ വന്നിട്ട് ഇത്രയും ഒരു മോശം വെതർ എന്ന് പറയാനുള്ളത് കിട്ടിയിട്ടില്ല കേട്ടാ. നല്ല തണുപ്പ്, അതിനുള്ള ഡ്രസ്സും ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു മൊത്തത്തില്. വെതർ പരിപാടിയൊക്കെ ആയിട്ട് രാവിലെ എനിക്കായിട്ടൊന്നും ഒരു മൂട്ടില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. ബട്ട് എനിവേ ഡേ 4 കുഞ്ഞിപ്പിള്ളേരെക്കാൾ വലിയ കളിയാണ്. കൂട്ടുകാരന്മാരെ വിട്ടിട്ട് എനിക്ക് ഇവരോട് ബയാട്ടിന് പോകുന്നത് ഞാൻ അവന്റെ ബെഞ്ചാലി ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഫിലിപ്പിന്റെ വണ്ടിയിൽ കയറുള്ളൂ. ഇന്നത്തെ തംബ്നെയിലിന്റെ പേര് ഫിലിപ്പിന്റെ പേടി. ഫിലിപ്പേ ഒരു വീഡിയോ എടുത്തോളൂട്ടാ. ശരിയോ, നിങ്ങൾ എടുക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇന്നത്തെ പ്രയോറിറ്റി കുരുവായി പോയി. കാരണം നമ്മൾ ഇന്നലെ വൈൽഡ് ബീസ്റ്റ് അടിച്ചതിന്റെ ഒരു വീഡിയോ എടുത്തല്ലോ. ഇനി കുതു മിസ്സാവും. നമുക്ക് ഓപ്ഷൻ കുറവായില്ല. എനിക്ക് എല്ലാം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് വിൽഡ് ബീസ്റ്റിനെ കിട്ടാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. Nearly 100 of them made. Now they don't want to do anything. Stupid fellows. വരണ വഴിക്ക് 2 സൂപ്പർ വിലബിയെ നിൽക്കുന്നുണ്ട് ഇവിടെ. ഒരെണ്ണം ഗോൾഡും ഒരെണ്ണം ബ്ലൂവും, 2 ട്രോഫി അനിമലാണ്. ദ ഗോൾഡ് ലുക്ക് റിയലി ഗുഡ് ആൻഡ് ബിഗ്. നമ്മൾ വരണ വഴിക്ക് അതിൻ്റെ മുകളിൽ 2 കുതു, ബിഗ് വൺ, ഹീപ്സ് ഓഫ് ഫീമെയിൽസ് ഉണ്ട് അവിടെ. കണ്ട ആ മലയുടെ മുകളിൽ കണ്ട. അടിച്ചാ Which one? The one on the bottom. You got him. ഏതാ താഴത്തേക്ക് വരണോ? കിട്ടിയാ? ഏതായിരുന്നു? അപ്പോൾ 2 ഓടിയല്ലോ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ക്യാമറയൊന്നും വെക്കാൻ പറ്റിയില്ല. So what you were saying? Like I think he hit it at the back. Because I'm not sure. No, definitely. No, I mean like I didn't actually put it on camera. It was all over the place. Just give it time. ഞാനങ്ങ് വരുമ്പോഴും അവരെ അപ്പുറത്തേക്ക് ഓടിയെന്ന് വിചാരിച്ച്. അപ്പോഴേക്കും ഷോട്ട് എടുത്തു. Good time so she can go and lie down. It's 200 meters. 200 meters? It might be her. Let's give it 5 minutes, okay? Where were you? The guy.
ഇവർ 3 പേരും പോയി നോക്കാൻ പോവാണ് കേട്ടോ. ഇവർ 2 പേരും ട്രാക്ക് ചെയ്യാൻ, എന്നിട്ട് അവനെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കാനാണ്. ഇൻ കേസ് അത് വീണിട്ടില്ല വെച്ചെങ്കിൽ ഫുള്ളി നമ്മളോട് എല്ലാവരോടും കൂടെ നിൽക്കാൻ പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ പാപ്പ, അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ ഐ സ്ക്യൂസ് ഇൻ ബിറ്റ്വീൻ? അതിന് ഷോർട്സും. ഐ തിങ്ക് വി ആർ ഹണ്ടിങ് ഇൻ അലാസ്ക ഓർ സംതിങ്. Doesn't feel like you are in Africa. സെക്കൻഡ് ഷോട്ട് എടുക്കണ്ടവര്. എടാ വേഗം ചെന്നിട്ട് അടിയടാവേ. ഞങ്ങൾ വണ്ടിയിൽ കയറി ഇരിക്കാൻ പോവാണ് ഗൈസ്. ഒരു രക്ഷയില്ല. സൗണ്ട് കേൾക്കുമ്പോൾ ഇറങ്ങിയാൽ മതി. We go sit in the car. It's too hot here. അവരവിടെ നിന്ന് വീണ്ടും നോക്കുന്നുണ്ടല്ലോ. ഭയങ്കരാണ് പാപ്പോ. അവർ വിളിക്കാതിരുന്നാൽ മതിയായിരുന്നു. മൃഗം വീഴല്ലേ. ഒരു വെടിവെച്ച് കേട്ടാൽ ഇനിയിപ്പോ അതിലും വലിയ തണുപ്പായിരിക്കും. കുട്ടിക്ക് ഇവള് വരെ പറഞ്ഞു തണുത്ത് പോയത്. അവർക്ക് കിട്ടിയെന്ന് തോന്നുന്നു. നമ്മളാ മലയുടെ മുകളിൽ നിന്ന് അവരിങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. സോ ഞങ്ങൾ ഒട്ടുക്കത്തെ തണുപ്പായിട്ട് വണ്ടിയിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ അവരാ പോണത് എന്നെ ഒരു മനഃപൂർവ്വം ഒഴിവാക്കിയതാ കേട്ടോ. എനിക്ക് അത്രത്ത് ഇഷ്ടപ്പെട്ടു. ഈ മയറിന്റെ കൊണയടിക്കാരനെ കമോൺ സിയ എന്നാ ഒരു തണുപ്പോടെ പോയത്. 46 knots വിൻഡാണ്. നമ്മൾ പോണ എയർപോർട്ടിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ മൊമെന്റ് കംപ്ലീറ്റ് റോഡ് ബ്ലോക്ക്ഡാണ്. മറ്റന്നാ നമുക്ക് പോണ അവസ്ഥ എന്താണെന്നറിയില്ല. അവർ സംഭവം നമ്മൾ തന്നെ എയർപോർട്ടിലേക്ക് എത്തിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയാണെങ്കിൽ കുറച്ച് ഫ്ലഡും പണ്ടാര എല്ലായിടത്തും വെള്ളവും. ഞാൻ ആദ്യമായിട്ടാ പാപ്പ ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. നിമിഷ നേരം കൊണ്ട് ഇപ്പോൾ ഇവിടെയാണെങ്കിലും താഴത്തേക്ക് നിങ്ങൾ നോക്കിയേ ഫുള്ള് വെള്ളമായി. ഇത് പാപ്പനെ ഇറങ്ങാൻ പോണ സ്ഥലത്തൊക്കെ വെള്ളമാണ്. 200 meters away from us. ഇവിടെ ചെറിയൊരു ട്രാക്ക് കാണുന്നുണ്ട്. അവരുടെ ട്രയല്. They shot too. It's good. A bit of a walk. Where are they? On that side. Did you get them? Hey? Did you get them? Oh. Hey, തല്ലുണ്ടാക്കല്ലേ വാ. പാപ്പനെ കാണാനല്ലോ. പാപ്പാ കുറച്ച് പണിയുണ്ടല്ലേ. ഇപ്പൊ മനസ്സിലായില്ലേ നമ്മൾ വീഡിയോ ഉണ്ടാക്കിയിടുന്ന എന്റെ ബുദ്ധിമുട്ട്. റോക്കി ഇവിടുന്ന് മീറ്റ് താഴത്തേക്ക് എടുക്കല് ചെറിയ പണിയാട്ടാ. നല്ല കള്ളിമുള്ളുണ്ട്. ഈ അല്ലിട്ട് ടു ദ ലെഫ്റ്റാണ് എനിക്ക് തോന്നി. ആ മരത്തിൽ keep walking. Yeah. നിങ്ങൾ പാപ്പനെ വിളിക്കുന്ന കേൾക്കാൻ തന്നെ ഒരു രസമിട്ടിട്ട്. പാപ്പാ ഞാൻ കൈവിട്ട് പോയിട്ട് അത് അവിടുന്ന് കുറച്ചധികം ഓടിയില്ലേ? 2 വെടി വെച്ചിട്ടാ? അതെങ്ങനെ? രണ്ടും. അപ്പൊ അതിന് ശരിക്കും വെടി കൊണ്ടുണ്ടായിരുന്നു അല്ലേ? അതാണ് 3 വെടി കേട്ടത്. ബിഗ് ആനിമൽ. ആക്ച്വലി ഇവരാദ്യം കണ്ടിട്ട് ഇത്
ഒരെണ്ണം പതുക്കെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതാണ് wounded എന്ന് വിചാരിച്ചിട്ട് ഇതിനെ അവരടിച്ചെന്ന്. ഇതിൻ്റെ ഒരു ഷോട്ട് കൊടുത്തടാ, ഷോൾഡർ ഷോട്ട്. സോ ഇത് one shot കണ്ട, not too much blood ഒന്നുമില്ല, one shotന് ഇത് തീർന്നു. Then you found the other one. We shot twice. We shot twice on the one. The one he shot first. Yeah. He shot it. Yeah. But here a little bit back. Yeah. And it was lying down under that same tree where we saw it. Yeah. Going away. This one was the one that ran away. Okay. Can you remember there was one that ran Yeah, on the two, yeah. And we're stalking and I see in between these stuff Yeah. only a little cap and the head and I see blood on the nose. Ah. And I say, okay, it's that one. I Yeah. said to him, shoot. There's a little cap, shoot through it, and you shoot a nice shot, and it stand up and it run. And so we're taking the track. There's lots of blood, and we were standing under that tree there. Yeah. And the wounded one disappeared here. It come to this direction, and I see this one walking up it slowly like this. And I just open the sticks and I say, because normally if you shoot kudus, all of them run and the wounded one will stay behind. And I opened the sticks and I said, oh, shoot that one. And she was walking a little bit and she stopped just for 1 second and shoot. And then the wounded one jumped out here. And go like that. And I'm like, I'm sure it's two now. And this one fell down and we walked there and I saw the 2 shots on that one. And I just shoot it in the head. It was like a quick shot. So we couldn't, we didn't have enough No. time. To look and everything, I'm still, she goes over again. പക്ഷെ നീ എല്ലാ ഷോട്ടും ടാർഗറ്റിൽ മുട്ടിച്ചു. അതാണ് അവൻ. ഒരു പിടിക്ക് ഒരെണ്ണം dead. മൈക്കിൾ കാർ എടുക്കാൻ വേണ്ടിട്ട് പോയോണ്ടിരിക്കാണ് കേട്ടാ. ആണ് അന്ന് വരെ അടിക്കുന്നിപ്പോ പണ്ടര വാർത്തോകന്റെ എന്താണ് ഇനിയൊരു വാർത്തോകന് ക്രെഡിറ്റ് കാർഡിൽ 2000 ആയിട്ട് വന്നവനാ ടൈം. ഒരു സ്പ്രിംഗ് ബക്കിനെ അടിക്കാൻ വേണ്ടി വന്നവനാ. സ്പ്രിംഗ് ബക്ക് വിൽ ബി സ്റ്റേ 2 അത് വിറ്റിട്ടെങ്കിലും എന്നിപ്പോ ഒരു വാർത്തോക്ക് നീയാണ് റെക്കോർഡ് 5 എണ്ണം അടിച്ചിട്ടുണ്ട്. അതാണ്ട പയർ കിട്ടും. അല്ല പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ തൊഴിൽക്കാർ അങ്ങനെയാണ്. ഞങ്ങൾ പണം പോട്ടെ, പ്രതാപം പോട്ടെ. അപ്പൊ അങ്ങനെ ആഫ്രിക്ക വന്നിട്ടില്ലേ? അങ്ങനെ ആഫ്രിക്ക വന്ന് ഒരെണ്ണത്തെ വെടി 2 വെടിവെച്ചു. പുള്ളി പറഞ്ഞ് അതിനെ സാധാരണ കുരു ഒരെണ്ണം വെടിവെച്ചാൽ മറ്റുള്ള എല്ലാം ഓടുന്നു. ഇത് സ്റ്റേ ബാക്ക് ചെയ്തിട്ട് രണ്ട് ഡിസ്ട്രാക്ഷൻ സ്ഥലത്തായ കാരണം ഇത് ഞൊണ്ടി നടക്കണ പോലെ തോന്നിയപ്പോൾ അങ്ങനെ വെടിവെച്ചു എന്നാണ് പറയണേ. പക്ഷെ അത്യാവശ്യം വലിയ മൃഗാട്ടോ. ഇതിൻ്റെ ബുള്ള് നല്ല സാധനമായിരിക്കുമല്ലോ. അപ്പോൾ എവിടെ? ഓ ഷിറ്റ്, ശരിയാണല്ലോ, ഇത് വലുതാണല്ലോ, ഭയങ്കര വലുതാട്ടോ. ഓ ചോര ഓൾ ഓവർ ദ പ്ലേസ്. നല്ല വലിയ ഫീമെയിൽ. ഇത് പക്ഷെ ഭയങ്കര വലിയ. നമ്മുടെ അടുത്ത ടീമിന്റെ വെടിവെച്ച അവിടെ നിന്ന് കേട്ടു. ഇറ്റ്സ് എ ഹിറ്റ്. This is a big animal. Probably another 10 kg bigger than the other one. ഇതിന് എത്രയാണെന്നാ? ഇതിന് എത്ര പറഞ്ഞു? Yeah. Place it facing that way. We take the picture. From this way to that. വയറ് നിറച്ച് മൃഗത്തിനെ വെടിവെച്ചവനാണ് ഉണ്ണി. ഒരു ലേശ ഷോൾഡറിന്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് മാറിയാണ് വെടികൊണ്ട്. അതാണ് അവനെ ഓടിയത്. അപ്പൊ ഇതിന്റെ മെയില് നല്ല സൈസ് ഉണ്ടാവും അല്ലേ? അല്ലേ? നീ കണ്ട അവിടെ പറഞ്ഞ വഴിക്ക്? ബിഗ് ആനിമൽ. കുരു ഇതാണ് കേട്ടോ, കുരു. ഇതിന്റെയാണ് നമ്മൾ ഇന്നലെ മറ്റേ ഇതെല്ലാം കഴിച്ചത്, ഉണക്കിറച്ചി. We going to gut today before we drag them. ഞാനത് മോളിൽ നിന്ന് കണ്ടപ്പോൾ ഇത്രയ്ക്ക് വലിയതാന്ന് ഞാനും ഓർത്തില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള സൂപ്പറും നല്ല ഫ്രെയിം. രണ്ട് കള്ളിച്ചെടി, പിന്നെ ഇപ്പുറത്ത് ഫുള്ള് മറ്റേ ഇതും കാര്യങ്ങളൊക്കെ ആയിട്ടേ നല്ല ഫ്രെയിം ഇടാ. ഏറ്റവും നോ ഗുഡ് മാൻ, ടു മച്ച് അനിമൽ. നീ ഫാം വൃത്തിയാക്കിട്ടേ നിക്കട്ടാ. ഷിയ സുന്നി. അയ്യോ
നിന്റെ അമ്മാച്ചന്മാരും വല്യപ്പന്മാരും എൻ്റെ പോട്ടെ വേറെ ലെവലല്ലേ പാപ്പ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നീയൊക്കെ എന്താ ഗിരിയായത്. എന്നെ പറ്റിയിട്ട് നാട്ടുകാർ ഇങ്ങനെയൊക്കെ തന്നെയാ പറയുന്നത് കേട്ടോ. മറ്റേ ഒപ്പം പോവാൻ നന്നായിട്ടാ. ഇതാകുമ്പോ 2 വീണേ, അവിടെ 1 വീണ. ആ ഇത് 2 വെടിവെപ്പ് മിസ്സായി. അതിന്റെ ചേമ്പറിന്റെ ഉള്ളൊന്നും ഇല്ലല്ലോ നോക്കിയാ. എന്നിട്ട് ഡബിൾ ചെക്ക് ചെയ്താ മറ്റേതൊക്കെ എങ്ങനെ വലിച്ചെടുത്തോണ്ട് പോകും? വണ്ടി വന്നു ഓൾറെഡി. എന്ത് ആ കാണുന്നതാണോ? എൻ്റെ അമ്മ 1/2 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഓ നല്ല ഇറച്ചി കേട്ടോ. പക്ഷെ എന്താ ഒരു മണമില്ല കേട്ടോ. ഒരു ഗെയിമിങ് മണം ഭയങ്കര അതിശയം. എന്തൊക്കെ അതിന്റെ കാര്യം? ഇവിടുത്തെ പുല്ലിന്റെ ഒക്കെ അതുകൊണ്ടാണ് വേറൊരു കാര്യം, ഇവിടുത്തെ എല്ലാ അനിമൽസിനെയും ഇവർ തിന്നുന്നുണ്ട് കംപ്ലീറ്റ്. അതാണ് മെയിൻ ഒരു കാര്യം. ഒരു അനിമലിനെ പോലും എവിടെയും വിടുന്നില്ല. കംപ്ലീറ്റ് മീറ്റ് ഈസ് യൂസ്ഡ് ആവും അല്ലേടാ. ഇവിടുത്തെ സകല വൈൽഡ് അനിമലിനെയും പടച്ച് തിന്നിട്ടാണ് മൂവി. നമ്മുടെ വണ്ടി ഇവിടുന്ന് ഏതാണ്ട് ഒരു 300 മീറ്റർ അകലെയാണ്. അവിടേക്ക് നമുക്ക് നമ്മുടെ അനിമലിനെ എത്തിക്കണം കേട്ടോ. 2 എണ്ണത്തിനെ എത്തിക്കണം. വേറൊരു വണ്ടി വന്നിട്ടുണ്ട്, അവർ ഫോം വിളിച്ചിട്ട് എത്തിച്ചിട്ടുണ്ട്. ആ വണ്ടിയിൽ വന്നിട്ടുള്ള പുള്ളി ആക്ച്വലി ഒരൊറ്റ വാട്ടർ ബക്കിനെ, ഏതാണ്ട് 150 കിലോ ഉള്ള വാട്ടർ ബക്കിനെ ഒറ്റയ്ക്ക് തോളത്തെടുത്തിട്ട് കൊണ്ടുപോകുന്ന അറിഞ്ഞ്. അത്രയും സ്ട്രോങ് ഫെല്ലായെന്ന്. ഇവളെവിടെയായിരുന്നു? വെൽഡൺ പറയാൻ വേണ്ടി വന്നാണ്. വർത്താനം കൂടുതല കേട്ടാ, പണി കുറവാ. ഒരു 80 മീറ്റർ ആയിട്ടുള്ളൂ കേട്ടാ. ജീവൻ പോയില്ലേ വാപ്പാ? ആ നല്ല പണിയാട്ടാ. നല്ല പണിന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ പണി. കാശും കൊടുക്കണം, വലിക്കും വേണം കേട്ടാ. അവൻ്റെ ഒരു അവസ്ഥ നോക്കണേ. എടാ അവൻ പിടിക്കുന്ന പോലെ പിടിച്ചോക്കിയ 2 എണ്ണം ബാക്കിലേക്ക് പിടിച്ചിട്ട്. എടാ മറക്കരുത്, ഇതിന്റെ വെൽത്തിനെ കൊണ്ട് എടുത്തിട്ട് വരാണ്ട്. ബീസ്റ്റാ അന്ന് അതൊരു വീഡിയോ ആക്കണം എനിക്ക്. No 5 minutes. 5 minutes. By the 5 minutes they will be there. Show the power of the lever. Commentary കേട്ട പോണ്. ക്യാമറ പിടിക്കാൻ ബാക്കിൽ അഞ്ജലി ഉള്ള കാരണം സൗകര്യമായി. എനിക്ക് സൗകര്യത്തിന് ക്യാമറ മാറ്റി ഷൂട്ട് ചെയ്യാം. ഇത് വേണമല്ലോ. ഇതിനെയാണ് ശ്വാസം മുട്ടിന്. അന്നക്കുഴലിൽ മുട്ടിയല്ലോ. തൊലിയൊക്കെ മൊത്തം പോയല്ലോ. ശരിക്കും പറഞ്ഞു ഒരഞ്ഞു. ഇനി അവിടെ ചെന്നിട്ട് സ്കിൻ ചെയ്താൽ മതി. Yeah, tired? Not really. You know what? I think this is time for one smoke off. Not now. No. I'm about to fall down. I must cool down first. Yeah. After I. If I rest too long and I begin with the hard work. Yeah. But if I do it every day. Like ഇവനാണ് നമ്മുടെ ഇതിനെ ഒറ്റയ്ക്കെടുത്ത് പോകും. പനമ്പട്ടയാണോ തിന്നണേന്ന്. പൂ എടുക്കാൻ മറ്റേതെടുക്കാൻ പോവാതെ ആണാ കേട്ടോ. അവൻ വലിക്കുന്ന വലിയ നോക്കിയ ഒരാളും വേണ്ടെന്ന് പറഞ്ഞ ഒറ്റ പോക്ക. അവൻ പൊക്കാൻ പോകണം. ഐ ലിഫ്റ്റ് തരാം. പിടിച്ചു വന്ന ഷോൾഡാ. മോനെ അവൻ അവിടെ നിന്ന് ഒരു വലി മേടിച്ചു. അത് വീഡിയോ ഞാൻ എന്റെ കാല് പോയെന്ന് അതിന്റെ അടിയില്. ചത്തും മലയ്ക്കും കേട്ടോ. മോനെ ബീസ്റ്റ് വിളിച്ച മറ്റോനെ. ഇവനെ 4 ആള് പിടിച്ചിട്ട് പൊക്കാൻ പറ്റുന്നില്ല കേട്ടോ അതിനെ. മോനെ ഇത് കാട്ടാളം കുറിച്ച് തന്നെ പോണ പോക്കൊക്കെ. അവന്റെ ഷൂവും സോക്സും മനുഷ്യൻ തന്നെയാണോ സംശയം.
ജോസഫ് ഫീത്ത് എന്ന് പറഞ്ഞാൽ കേട്ടോ, അത് കഴിഞ്ഞ് ജോസഫ് ഫീത്ത്. ജോസഫ് സിഗരറ്റ് നമുക്ക് കുറേ പഠിക്കാൻ. ചെക്കൻ വന്ന് സിഗരറ്റൊക്കെ വലിച്ച് ഇവിടെ നിൽക്കുക കേട്ടോ. ഷൂ ഒക്കെ മണ്ണിൽ മുങ്ങിപ്പോയായിരുന്നു. കൊണ്ടോരെ കോച്ചു. മറ്റന്മാര് ഇവിടെ എത്തി. സിയ, you just only halfway through yet. ഇതിന്റെ കൂടെ ഇവനെപ്പോലെ ഒരാളോട് ചീത്തടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രയോജനമില്ല. ഇവന്റെ നാട്ടിലൊരു ബാരെ കൊണ്ട് നിർത്തുകയുള്ളൂ. ആ ബാറിൽ ഒരിക്കലും ആർക്കും തല്ലിയിരിക്കും. കാട്ടാളം പൊറിച്ചിട്ട് അടിയായിരിക്കും. വീട്ടിൽ തട്ടിക്കും. നാട്ടിലെ ലോക്കൽ റൗഡികളൊക്കെ ഒരു ഒറ്റടിക്ക് വട്ടം മുറിയൂ. അല്ല, ആന കണ്ടു കഴിയുമ്പോ നമ്മുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കും. ഈ പയറിനെ കൊണ്ടുവന്നെന്തോ മൈക്കോ, come on, lift that one. ദൂരം കുറച്ചിട്ടാ. മേബി അല്ല, ഇത് ഫീമെയിൽ അല്ലേ എന്നതിന്. നോക്കിയാ നല്ല റോക്കി റോഡാണ് കേട്ടോ. നോക്കിയാ അതിൻ്റെ ഇടയിൽ മറ്റേ ഷൂ ഇവിടെ താന്നു പോണ്ട് നല്ലോണം മഴ പെയ്തിട്ടേ. നല്ല പണിയാ. ചെറിയ ആരോഗ്യമൊന്നുമല്ല കേട്ടോ അവന്. കുറച്ച് ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞാലൊക്കെ മോശമായി പോവും, കുറച്ചിലാവും. അത് ഇമ്മാരി കാല് പൂന്ന് പോവാ. ചോര കുളിച്ചവൻ. പെർഫോമൻസ് കുറച്ച് സൂപ്പറായി പോയി. എറിയേണ്ടി വരും. അങ്ങോട്ട് മറിഞ്ഞില്ല. നൈസ് വൺ. എന്താ മറ്റേ ദിംതിമത്ത ഇതൊന്നും എനിക്ക് പുല്ലാന്നും പറഞ്ഞിട്ട് പുള്ളി പോയിട്ട് അടുത്ത് തന്നെ എടുത്തു പോകുന്നത്. പഹലിയാസാൻ അടിക്കുന്നത് ഇതൊന്നും അവന് ഒന്നുമല്ല. ദിസ് ഈസ് സ്മോൾ. ദിസ് ഈസ് സ്മോൾ. ഇതൊന്ന് ഹെൽപ്പ് ചെയ്ത. Michael, not Michael. Yes. Yes. അടി കൂടെ വലിക്കുക. Thank you. Good work. Good one, bro. What do you eat? Lamb chops. Lamb chops. We do eat the best lamb chops, but we need to do something else, eh? Trouser കീറുന്നു. പക്ഷെ അവൻ ഭയങ്കര മസിലി ഒന്നല്ല, ഒരു പുളുക്ക് പുളുക്കുക. ഞാൻ ചില വീഡിയോ നമ്മുടെ നാട്ടിൽ ഡബിൾ ഞരമ്പന്മാരെന്ന് പറയും. തമിഴ്നാടി തടിയൊക്കെ വയറൊക്കെ ഇരിക്കുന്നത് അമ്പാനൊക്കെ പോയിരിക്കുന്നവരല്ലേ. അമ്പാൻ. ഇവര് പോയിട്ടൊന്ന് ആക്ച്വലി ട്രോഫീനെ അടിച്ചു, തെറ്റി അടിച്ചതാ. ഇന്ന് ഫുള്ള് പ്രശ്നം കേട്ടോ വാപ്പ. ഇന്ന് എല്ലാം തെറ്റിയും പറ്റിയൊക്കെയാണ്. ഈ സ്പ്രിംഗ് ബക്ക് ട്രോഫിയാണ് ആക്ച്വലി. ഓക്കെ, അതായത് ഇതുപോലെ വലിയ കൊമ്പുള്ള സ്പ്രിംഗ് ബക്ക് ഇത് ട്രോഫിയാണ്. $600 ഇതിനടിക്കണമെങ്കിൽ സെപ്പറേറ്റ് പേ ചെയ്യണം. പക്ഷെ തെറ്റി അടിച്ചു. ഇനിയിപ്പോ 600 കൊടുക്കണം അല്ലേ പാപ്പാ? ഇന്ന് റം അടിക്കാം. സംഗതി പണി നമ്മളെല്ലാം എടുത്തെങ്കിൽ അവന്റെ സ്മരണയ്ക്ക് വേണ്ടിട്ട് നമുക്ക് ഇന്ന് പറഞ്ഞ അടിക്കണം. അയ്യോ, എന്നാ പിന്നെ പറഞ്ഞ അടിച്ചേക്കാ അല്ലേടാ.
അപ്പൊ ഇന്നത്തെ അവന്റെ വരവിന് വേണ്ടിട്ട് ഇന്ന് മറ്റേ ഒരു റമ്മ് ഉണ്ണിയാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ്. ഡബിൾ കുടു എല്ലാം കൂടെ ആയിട്ട് കുടു. ശരിയാ, ഒന്നും കൊണ്ടുപോകാനും പറ്റില്ല. കുടു എന്താ പറഞ്ഞ ഇവര് ടൂ മെനി അനിമൽസിന്റെ ഡെയിലി ഫോളോ ചെയ്തെന്നാ പറഞ്ഞല്ലേ രാവിലത്തെ. അപ്പൊ ഈ സെഷൻ ഇവിടെ അവസാനിക്കാനുണ്ടാ. പെട്ടെന്ന് സെഷൻ തീരുന്നുണ്ട്. അടുത്തത് നിങ്ങൾ ആരെങ്കിലും അബദ്ധവശാലും ഹിപ്പോപ്പൊട്ടാമസിനെയോ റൈനോസിനെയോ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എന്തായാലും സെറ്റ് ആവും. ഓക്കെ, അപ്പൊ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തുടങ്ങാം. അതുവരെയ്ക്കും ബൈ ഫോർ നൗ, ബൈ. സിയ നമ്മുടെ ഇറച്ചി ഫില്ലറ്റ് ചെയ്ത്. So they all, whatever we shot today, all the fillets. Yes. Are they gonna cook it today? Now they're going to marinate it and soak it in. Yeah. Maybe for 2 days for today and tomorrow. And then before you leave, you're going to taste it. Yeah. Animals that you shot at Kudu, Springbok. And the wildebeest? The wallabies, maybe you're going to take it out later. Yeah. And it's good. ഇഷ്ടംപടി മീറ്റ് ആട്ടോ. അതിന്റെ ഫില്ലറാണ് ഇത്. വെരി ടെൻഡർ, ബ്യൂട്ടിഫുൾ, നൈസ്ലി ഡൺ. Thank you. Sia. I like your mustache. Thank you, sir. And the beard. Yes. Very beautiful. Yes, sir. You look like that Jamie Foxx in that movie. Jamie Foxx, I know. He got that little beard in that movie. Exactly the same. Hey Lucy. Hey Lucy. Lucy, where? Come on now. Lucy, I told Lucy to pull my leg because she does that every day. That's what the chef reckons.